പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടിയില്ലെങ്കിൽ നാട് നശിക്കും. ഇത് പറയുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കോടിക്കണക്കിന് രൂപ ചിലവിട്ട് പുതിയ AKG മന്ദിരം ഉദ്ഘാടനം ചെയ്ത ശേഷം ആ പൊതുസമ്മേളനത്തിലാണ് പിണറായി വിജയൻ തുടർഭരണം ലഭിച്ചില്ലെങ്കിൽ നാട് നശിച്ചു പോകും എന്ന പ്രഖ്യാപനം ഒരു ശാപവചസ്സ് പോലെ മനുഷ്യരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. സാധാരണ അയൽക്കാരായ മുത്തശ്ശിമാർ വഴക്ക് കൂടുമ്പോൾ നീ നശിച്ചു പോകും എന്നൊക്കെ ശാപ വാക്കുകൾ പറയാറുണ്ട്. അതുപോലെ വോട്ടർമാരുടെ മുന്നിൽ പിണറായി പറയുന്നത് തുടർഭരണം ഇടതുപക്ഷത്തിന് ലഭിച്ചില്ലെങ്കിൽ, തനിക്ക് വീണ്ടും ഭരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകുമെന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന ന്യായം, ഒരു ഇടത് ഭരണം മാറി ഒരു യു ഡി എഫ് ഭരണം മാറി ഇടതുപക്ഷം അധികാരമേൽക്കുമ്പോൾ ആദ്യത്തെ 2 വർഷം വളരെ പണിപ്പെട്ടാണ് കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുക. അങ്ങനെ 2 വർഷം നഷ്ടപ്പെടും. പിന്നീട് വേണം ഭരണം നടത്താൻ. ഇപ്പോൾ 21-ൽ തുടർഭരണം ലഭിച്ചപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു അപകടം ഒഴിവായി കിട്ടിയത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർഭരണം, 2ാം പിണറായി ഭരണം ലഭിച്ചപ്പോൾ സാധാരണ ഒന്നിടവിട്ട തിരഞ്ഞെടുപ്പുകളിൽ UDFും LDFും മാറി വരുമ്പോഴുള്ള ഭരണമാറ്റത്തിൻ്റെ പ്രശ്നങ്ങളില്ലാതെ പോയി. അതുകൊണ്ട് കേരളം മുന്നോട്ട് പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരി തൻ്റെ ഭരണശേഷം തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഇതേ ഭരണത്തെ നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നാട് നശിച്ചു പോകും എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞു കേട്ട് ഓർമ്മയില്ല. അപ്പോൾ മലയാളിയുടെ മുന്നിൽ വലിയ ഒരു ഭീഷണിയാണ് ഇടതുമുന്നണി ഉയർത്തിയിരിക്കുന്നത്. 3ാം ഊഴത്തിലും ഇടതുപക്ഷം തന്നെ ഭരിച്ചില്ലെങ്കിൽ കേരളം നശിച്ചു പോകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇക്കാലം അത്രയും 5 കൊല്ലത്തിലൊരിക്കൽ മാറി മാറി ഭരണം നടത്തിയ UDFും LDFും മാറി മാറി വന്നപ്പോൾ കേരളത്തിന് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. അതേസമയം 35 കൊല്ലം തുടർച്ചയായി CPM ഇടതുപക്ഷം ഭരിച്ച ബംഗാൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 30 കൊല്ലത്തോളം ഇടതുപക്ഷം തുടർച്ചയായി ഭരിച്ച ത്രിപുര ഇന്ന് ആര് ഭരിക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ തുടർഭരണം ഒരിക്കലും ഒരു നാടിൻ്റെ പുരോഗതിക്ക്, വികസനത്തിന് അനിവാര്യമാണ് എന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഭരണത്തിൽ സ്ഥിരതയുണ്ടാവുക, ഉറച്ച ഭരണമുണ്ടാവുക, തുടർഭരണമുണ്ടാവുക എന്നെല്ലാം ഉള്ളത് പറയാൻ കേൾക്കാൻ സുഖമാണെങ്കിലും എപ്പോഴും മാറി മാറി വരുന്ന സർക്കാരുകളാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ആക്കം കൂട്ടുന്നതും ഗുണം ചെയ്യുന്നതും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്രയോ ദിവസങ്ങളായി ആശാ വർക്കർമാർ പ്രതിദിനം 100 രൂപ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നു. അവർ സമരത്തിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാര സമരവും കടന്ന് അവർ കാസർഗോഡ് നിന്നും കേരള യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ആ സമയത്ത് സർക്കാരാകട്ടെ 4ാം വാർഷികം കൊണ്ടാടുകയാണ്. 100 കോടിയോളം രൂപ ചിലവിട്ടുകൊണ്ട് തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ ജില്ലയിലും ശീതീകരിച്ച ഹാളുകളിൽ പ്രദർശനവും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ട് പൗരമുഖ്യരെ വിളിച്ച് ബോധ്യപ്പെടുത്തി ഒരിക്കൽ കൂടി തങ്ങളെ അധികാരത്തിൽ എത്തിക്കാനുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രം, കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്ന മുദ്രാവാക്യം സഖാക്കൾ മറന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നൽകിയ സ്ഥലത്ത് മനോഹരമായി പണിതുയർത്തിയ AKG സെൻറ്റർ, ആ AKG സെൻറ്ററിൽ നിന്ന് ഒരു റോഡ് മുറിച്ച് കടന്നാൽ പുതിയ AKG മന്ദിരത്തിലെത്താം. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത
AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു. ഇക്കാലത്തിനിടയിൽ CPMൻ്റെ ഒരു രീതി അനുസരിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലും ഒരു സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടകനായി മാറില്ല. അപ്പോൾ എല്ലാം കാരണഭൂതൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ബേബിയെ മാറ്റി നിർത്തി ഉദ്ഘാടകനായി മാറിയത്. പത്ത് കൊല്ലമായി കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ആണ് ഏറ്റവും വലിയ സ്വത്തും സംവിധാനങ്ങളും രാജ്യത്തുള്ളത്. ഏറ്റവും വലിയ മന്ദിരങ്ങളും കെട്ടിടങ്ങളും ഉള്ളതും BJPക്ക് തന്നെ. പക്ഷേ കേരളത്തിൽ മാത്രം ഭരിക്കുന്ന CPMനാണ് രണ്ടാം സ്ഥാനം. കോൺഗ്രസിനേക്കാൾ ഓഫീസ് മന്ദിരങ്ങളും കെട്ടിടങ്ങളും ഉള്ള ഒരു പാർട്ടിയായി, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുകയാണ്. അപ്പോൾ പഴയ മുദ്രാവാക്യങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രമല്ല, കിട്ടാനുള്ളത് പുതിയ ലോകം എന്ന് പറയുന്നത് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്, കൈവിലങ്ങുകളല്ല. നഷ്ടപ്പെടാൻ കോടികളുടെ സമ്പത്തുണ്ട്. അതാണ് പാർലമെൻ്ററി സംവിധാനത്തിലേക്ക് കടന്നു വന്ന CPMന് ഈ കഴിഞ്ഞ 80 കൊല്ലം കൊണ്ട് സംഭവിച്ചത്. ജനാധിപത്യ വിപ്ലവം ലക്ഷ്യമിട്ടുകൊണ്ട് മാർക്സിസം ലെനിനിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നെവിടെ എത്തി നിൽക്കുന്നു? പാർലമെൻ്ററി സംവിധാനത്തിൽ മത്സരിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്യുക വിപ്ലവത്തിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ്, ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ് എന്ന് പറഞ്ഞിരുന്ന പാർട്ടികൾക്ക് ഇന്ന് അവരുടെ ലക്ഷ്യം അധികാരത്തിലെത്തുക, പാർലമെൻ്ററി സംവിധാനത്തിൽ അധികാരത്തിലെത്തുക, തുടർഭരണം ഉണ്ടാവുക എന്ന അജണ്ടയിൽ മാത്രം, ആ അജണ്ടയിൽ ഒതുങ്ങിയിരിക്കുന്നു. വർഗരാഷ്ട്രീയം അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. അടിത്തട്ടുകാരും മുന്നണി പോരാളികളായ തൊഴിലാളി വർഗവുമെല്ലാം ഇന്ന് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഇടത്തട്ടുകാരൻ്റെ, മധ്യവർത്തികളുടെ, ഉപരിവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളും സാമ്രാജ്യത്വവുമായുള്ള ചങ്ങാത്ത മുതലാളിത്തവും എല്ലാം അവർ ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നു. 10 കൊല്ലമായി രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടമാണ്. അവർ കാണിക്കുന്ന ഭരണഘടനാ ലംഘനങ്ങളും ഏകാധിപത്യ പ്രവണതകളും ജനാധിപത്യത്തിനും ഭീഷണിയാണ് എന്ന് ഉറക്കെ പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നവഫാസിസത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് CPM. എന്തായാലും പുതിയ AKG സെൻറ്റർ കോടിക്കണക്കിന് രൂപ ചിലവിട്ട് നിർമ്മിച്ചതിലൂടെ ഈ പാർട്ടി, ഈ വിപ്ലവ പ്രസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഈ കഴിഞ്ഞ രണ്ടാം ഭരണത്തിൽ CPIയും വലിയ ഓഫീസ് മന്ദിരം തിരുവനന്തപുരത്ത് പടുത്തുയർത്തി. ചുരുക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഈ ഭരണം കൊണ്ടുണ്ടായ വലിയ നേട്ടങ്ങളുടെ സ്മാരകമായി തന്നെ എടുത്തു പറയാവുന്നതാണ് ഈ പുതിയ മന്ദിരങ്ങൾ. മഹാന്മാരായ സഖാക്കളുടെ പേരിലാണ് മന്ദിരമെങ്കിലും അവർ ഉയർത്തിയ, AKG നടത്തിയ പട്ടിണി ജാഥ ഒരിക്കലും മറക്കാനാവില്ല. AKGയോ EMSോ ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ സ്ത്രീകൾ, ആശാവർക്കർമാർ പട്ടിണി കിടന്ന് ഏതു നിമിഷവും അപകടങ്ങൾ സംഭവിക്കാവുന്ന അവസ്ഥയിൽ ഒരു സമരം ഇങ്ങനെ മുന്നോട്ട് പോകുമോ? തുച്ഛമായ വേതന വർധനവിന് വേണ്ടി അവർ സമരം ചെയ്യുകയാണ്. അതേസമയം കേരളത്തിലെ ആശമാർ ദിവസം 100 രൂപയുടെ വർധനവ് ആവശ്യപ്പെടുമ്പോൾ തമിഴ്നാട്ടിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ പ്രതിമാസം 26,000 രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്താണ് CPM. ഈ വൈരുദ്ധ്യങ്ങൾ, ഇതായിരിക്കാം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം.